നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ കാൽക്കുലേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. സിവിലിൻ്റെ ആണിത്. ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലെ കാൽക്കുലേഷൻ കൊടുക്കുന്നുണ്ട്. ഇയർ കൊടുത്തു, ഫസ്റ്റ് ഇയർ കൊടുത്തു. ക്വസ്റ്റ്യൻസ് 20 മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു 6 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് എന്തായാലും. ഡേറ്റ് ഇന്നത്തെ കൊടുത്തു, സ്റ്റാർട്ട് ടൈം കൊടുത്തു, എൻഡ് ടൈമും കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ 1 ഇഞ്ച്? ശ്രദ്ധിക്കുക, മില്ലിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്, സെൻറ്റിമീറ്ററുമായിട്ട് തെറ്റിപ്പോകരുത്. 1 ഇഞ്ചിൽ 25.4 mm ആണ് ഉള്ളത്. അത് 1 ഇഞ്ചെന്ന് പറഞ്ഞാൽ 25.4 mm ആണ്, മില്ലിമീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. തിരിഞ്ഞു പോകരുത്. സെൻറ്റിമീറ്ററായിട്ട് നമ്മൾ 2.54 എന്ന ഓപ്ഷനിൽ കാണും. ആദ്യത്തെ ഓപ്ഷൻ അതാണ്, അത് എഴുതരുത്, ശ്രദ്ധിച്ചോളുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ് എത്രയാണെന്ന്. 625 സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് എടുക്കാൻ അറിയാമല്ല, 25 അറിയാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഇനി ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങളത് ഓപ്ഷനിലുള്ള ഇതിനെ തന്നെ സ്ക്വയർ എടുത്താൽ അത് കുറച്ചുകൂടെ എളുപ്പം നമുക്ക്. ഇപ്പോൾ 25 നമുക്ക് 625 കിട്ടും. ഒരു സെക്കൻഡ്, 25 അറിയാം, 625 നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു സൈഡായിട്ട് വരിക. സ്ക്വയർ ആകുമ്പോൾ 2 സൈഡും ഈക്വൽ ആണല്ലോ, 4 സൈഡും ഈക്വൽ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഫാരൻഹീറ്റ് ആൻഡ് സെൻറ്റിഗ്രേഡ് തെർമോമീറ്റർ ഗീവ്സ് ദ സെയിം റീഡിങ്? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത്. -40 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. -40 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊരു 2 സ്കെയിലും ഈക്വൽ ആകുന്ന ഒരേ ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ, ഒന്ന് നോക്കി വെക്കുക. അടുത്ത, വാട്ട് ഈസ് ടൈംഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് എ മാറ്റർ കണ്ടൻറ്റ് ബോഡി? ഒരു പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവിൻ്റെ നമ്മൾ മാസം എന്നാണ് പറയുന്നത്, നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വാട്ട് ആർ ദ ടു ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? നമുക്കറിയാം, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 5C ആണ്. ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാത്തതാണ്. അത് ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. tan 45യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/√2 എന്ന്. അങ്ങനെയാണ് sin 45യുടെ വാല്യൂ തന്നിട്ടുണ്ട്. tan 45യുടെ വാല്യൂ എന്താണ്? tan 45യുടെ വാല്യൂ 1 ആണ്. ഇങ്ങനെ ഞാൻ കാണിക്കാം. ഇവിടെ നോക്കുക, നിങ്ങൾ 3 വാല്യൂസ് പഠിച്ചാൽ മതി കേട്ടോ. ആയതിന് sin 30 എന്ന് പറഞ്ഞാൽ 1/2. അടുത്തത് sin 45, അത് 1/√2 എന്നാണ്. ഇത് √2/2 എന്ന് പറഞ്ഞാൽ 1/√2 തന്നെ വരിക കേട്ടോ. കാര്യം 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. അപ്പോൾ √2 മുകളിൽ √2 നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ താഴെ 1/√2 എന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. 1/√2 എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ sin 30 1/2, sin 45 1/√2, sin 60 √3/2. ഇനി ഇത് കോസിൻ്റെ ടേംസിലേക്ക് വരുമ്പോൾ ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് എഴുതിയാൽ താഴത്തു നിന്ന് മുകളിലേക്ക് എഴുതിയാൽ മതി. അതായത് നോക്കുക, cos 60 ആണ് 1/2, അഗൈൻ cos 45 എന്ന് പറഞ്ഞാൽ 1/√2, cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. അത് മുകളിൽ നിന്ന് താഴത്തേക്ക് അങ്ങനെ തന്നെ പോകും. ഇനി ടാൻ്റെ കേസിൻ്റെ അകത്ത് 3 വാല്യൂ പഠിക്കണം. 1/√3, പിന്നെന്താണ് 1√3, അങ്ങനെ പഠിക്കേണ്ടത്. അപ്പോൾ tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ഈ വാല്യൂസ് ഒന്ന് പഠിക്കുക. ഞാനിതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ച് തരാം ഇതിന് ശേഷം. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എന്താണ്, tan 45യുടെ വാല്യൂ ഇവിടെ നിന്ന് കണ്ടു നമ്മൾ. എത്രയാണ്? tan 45യുടെ വാല്യൂ 1 ആണ് കേട്ടോ. tan 45യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അതങ്ങനെ കിട്ടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ടൈം ഓഫ് ആൻ ഒബ്ജക്റ്റ് സീൻ ഹയർ ദാൻ ഐ ലെവൽ? ഇതും ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നിട്ടില്ല, നോട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 2 കാര്യങ്ങൾ ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട്. ഒന്ന് ആംഗിൾ ഓഫ് ഈ എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. ഞാൻ അതിൻ്റെ നോട്ട് കൊടുത്തരാം, ഇവിടെ കാണിക്കാം. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹൊറിസോണ്ടലിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ, ഹൊറിസോണ്ടൽ അവൻ്റെ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്നതിനാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുക. ഓക്കെ, നമ്മൾ മുകളിലേക്ക് നോക്കുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷനിൽ വരിക.
ഇനി അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് താഴത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ടൈം ഓഫ് ആൻ ഒബ്ജക്റ്റ് സീൻ ഹയർ ദൻ ഐ ലെവൽ. ഐ ലെവലിൻ്റെ മുകളിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷനാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡേഴാണ് റൈറ്റ് ആൻസർ. ഇനി നോക്കുക, സി ആണ് റൈറ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് വാട്ടർ. എല്ലാവർക്കും അറിയാവുന്നതാണ്, വെള്ളം തിളക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. ഓക്കെ. അടുത്ത, വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഹാസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിങ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിലീസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിനാണ് റീഗെയിൻ ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക്. അല്ലാത്തതൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അത് പിന്നെ തിരിച്ച് വരത്തില്ല, അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എലാസ്റ്റിസിറ്റിയാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി എം കെ എസിൽ എം എന്താണ് എല്ലാവർക്കും അറിയാം, മീറ്റർ ആണെന്നുള്ള കാര്യം അറിയാം. കെ കിലോഗ്രാം, എസ് സെക്കൻഡ്സ്, അതൊന്നും നമുക്ക് സെക്കൻഡൊന്നും കിട്ടും. ഓക്കെ. അടുത്തതിന് ഒരു ഡെസിമലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജിലേക്ക് മാറ്റാം. പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 0.456 അല്ല തന്നിരിക്കുന്നത്, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45.6 എന്ന് കിട്ടും കേട്ടോ. അത്രയും പെർസെൻറ്റേജിൻ്റെ സൈനും കൂടെ വരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ വാട്ടർ. ആ ജലത്തിൻ്റെ ആപേക്ഷിക താപം എത്ര. ഇത് 1 ആണ്. ഇത് കലോറിയുടെ വാല്യൂ തന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരിക. നമ്മൾ 4184 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാകും അല്ലേ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ അതിൻ്റെ നോട്ട് തരാം. ഇവിടെ നോക്കുക, 4.18 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 4180 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഇതാണൊക്കെ എല്ലാവരും പഠിച്ചിരിക്കുന്ന വാല്യൂ. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ കലോറിയുടെ ടൈംസിൽ എഴുതുമ്പോഴത്തേക്കും കണ്ടോ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരിക. ഓക്കെ. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.18 ജൂളാണെന്നും പഠിച്ചിട്ടുള്ളതാണ്. അതും ചോദിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ഇത്തവണ ഇതൊക്കെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് 1 എന്ന് അങ്ങനെ കിട്ടിയാന്ന് മനസ്സിലാക്കുക. പിന്നെ വാട്ട് ഈസ് കോൾഡ് മാസ് പെർ യൂണിറ്റ് വോളിയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്, സാന്ദ്രത എന്ന് മലയാളത്തിൽ പറയും. 13C ആണ് അതിൻ്റെ ആൻസർ. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 529 സ്ക്വയർ റൂട്ട് വെച്ചിട്ടുണ്ട്. 529 നമ്പർ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്ത നമ്പറാണ്. അതായത് 0 to 9 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ സ്ക്വയറുകൾ പഠിച്ചു വെക്കുക. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമ്മൾ സ്ക്വയർ ചെയ്യുക. അതിൻ്റെ ഉത്തരം 23 സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 23 × 23 ചെയ്താൽ നമുക്ക് 529 കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ സ്ക്വയർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഈസി കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഹീറ്റ്. SI യൂണിറ്റ് ഹീറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് നിങ്ങളെ. ജൂളാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ. ഇവിടെ നോക്കുക, സൈൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ട്രിഗണോമെട്രി ക്ലാസ് എടുക്കാത്തതുകൊണ്ടാണ്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് ഓപ്ഷൻ എ ആണ് എൻ്റെ റൈറ്റ് ആൻസർ കേട്ടോ. വിച്ച് മെറ്റൽ കണ്ടെയ്ൻസ് അയൺ ആസ് മേജർ കണ്ടൻറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫെറസ് മെറ്റൽസിനാണ് ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ് ഉള്ളതെന്നല്ലേ. അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഹൂസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ 10 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഗുണം വീതിയാണ്. 10 × 8 ചെയ്താൽ 80 ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 80 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കാം, വാട്ട് ആർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിസ്ഥാന യൂണിറ്റുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്, മാസ്, ടൈമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എടുക്കുന്നതൊക്കെ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ. തന്നിരിക്കുന്നതിൽ ബാക്കിയെല്ലാം മെറ്റലാണെന്ന് നമുക്കറിയാം. മെറ്റൽ കണ്ടക്ട് ചെയ്യുന്നറിയില്ല. മൈക്ക എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. മൈക്ക നമ്മൾ കൂടുതൽ കപ്പാസിറ്ററിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നോട്ട് കൊടുത്തരാം. ഇവിടെ നോക്കുക, മൈക്ക ഇൻസുലേറ്റർ ആണെന്നൊരു പറഞ്ഞിട്ടുണ്ട്. മൈക്ക ഇസ് നാച്ചുറലി ഒക്കറിങ് മിനറൽസ് മേഡപ്പ് ഓഫ് സിലിക്കേറ്റ് ഷീറ്റ്സ് ആണ്. ഇവിടെ നോക്കുക, യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് ഫോർ ഇൻസുലേഷൻ ഇൻ കപ്പാസിറ്റർ, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഹീറ്റിംഗ് എലമെൻറ്റ്സ്. അപ്പോൾ മൈക്ക എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസിൽ 6 ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വേണം കാണിക്കാം. ഇതൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, വേറെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തില്ല. അപ്പോൾ ഇവർ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് 20 മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞായിരിക്കും എന്തായാലും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും മൊത്തം മാർക്ക് തന്നെ വാങ്ങിക്കുക. ഓക്കെ, ബൈ.